ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഭാമയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും മുൻപത്തെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ശാലിനിയോട് വിശദമായിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്. ഇനിയൊരു ഷോക്ക് കൂടി ഭാമയ്ക്ക് താങ്ങാനാകില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കടുംപിടുത്തമൊന്നും പിടിക്കാത്തത്, അല്ലെങ്കിൽ ഈ സുസ്മിതയൊക്കെ എന്നെ പുറത്തായേനെ. പിന്നെ മോൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ അവിടെ കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് ശാലിനി രാഘവൻ നായരോട് പറയുന്നുണ്ട്. തുടർന്ന് സെല്ലിൽ കിടക്കുന്ന വിഷ്ണുവിനോട് കോൺസ്റ്റബിൾ അയ്യപ്പൻ വന്ന് ഭക്ഷണം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എനിക്ക് വിശപ്പില്ല എന്ന് പറയുകയാണ്. അന്നേരം സെല്ലിൽ കൂടെയുള്ള ആളിരുന്നങ്ങ് ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയത്താണ് ശാലിനി പിന്നെ ഹോസ്പിറ്റലിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിഷ്ണുവിനുള്ള ഭക്ഷണവുമായിട്ട് വരുന്നത്. അന്നേരം ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ വിഷ്ണു തിരക്കുകയാണ്. അന്നേരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എഴുന്നേറ്റ് നടന്നു തുടങ്ങി, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ വിഷ്ണുവേട്ടൻ ഭക്ഷണം കഴിച്ചോ എന്ന് ശാലിനി തിരക്കുകയാണ്. അന്നേരം എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. പിന്നെയും അമ്മയുടെ വിവരങ്ങളൊക്കെ അങ്ങ് വിഷ്ണു തിരക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, പല കള്ളങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയി. ഞാൻ വിഷ്ണുവേട്ടൻ്റെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ ഇതിൽ നിന്ന് അമ്മയോടൊന്ന് വിളിച്ച് സംസാരിച്ചാൽ വിഷ്ണുവേട്ടന് അമ്മയ്ക്ക് കുറച്ച് ആശ്വാസമാകുമെന്നും പറഞ്ഞ് ശാലിനി കൊണ്ടുവന്ന ഫോണ് വിഷ്ണുവിനെ ഏൽപ്പിക്കുന്നു. വിഷ്ണുവേട്ടൻ ദാസിനൊപ്പം ഒരിടം വരെ പോയിരിക്കുകയാണ്, നാളെ വരൂ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അങ്ങനെ പറഞ്ഞു വേണം സംസാരിക്കാനെന്ന് ഫോൺ കൊടുക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു നമ്പർ ഡയൽ ചെയ്ത് ഫോൺ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ സഹദേവൻ വന്ന് ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങിക്കുകയാണ്. ഇത്രയും വിഷങ്ങളൊക്കെ അറിയാവുന്ന മാഡം ഇത് ലംഘിക്കുന്നത് ശരിയാണോ? പിന്നെ സെല്ലിൽ കിടക്കുന്ന ഒരാളിന് ഫോൺ കൊടുക്കാൻ പാടില്ല എന്നറിഞ്ഞുകൂടെ, അതും പോലീസിൻ്റെ അനുവാദമില്ലാതെയെന്നും പറഞ്ഞ് മീശയൊക്കെ അങ്ങ് ചുരുട്ടുകയാണ് സഹദേവൻ. അന്നേരം വേറെ ആരോടുമല്ല, അമ്മയോടാണ് സംസാരിക്കുന്നത് എന്ന് ശാലിനി പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ പറ്റില്ല എന്ന് സഹദേവൻ പറയുകയാണ്. തുടർന്ന് ദേഷ്യത്തോടു കൂടി ശാലിനി ഇനി അമ്മയെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്താൽ മതി എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നുണ്ട്. തുടർന്ന് ഈ ഫുഡെങ്കിലും കൊടുത്തോട്ടെ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അത് ഒരിക്കലും പറ്റില്ല, ഒട്ടും നടക്കില്ല എന്ന് സഹദേവൻ തറപ്പിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഇതിൽ വിഷം കലർത്തിയിട്ടില്ല എന്ന് എന്താണ് ഉറപ്പെന്ന് സഹദേവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് വിഷ്ണുവേട്ടൻ എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭർത്താവിനാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് എന്ന് വളരെ സങ്കടത്തോടെയും ദേഷ്യത്തോടെ ശാലിനി പറയുകയാണ്. അന്നേരം അത് ഞാനെങ്ങനെ വിശ്വസിക്കും? ഇവിടെ വിഷം കലക്കി കൊടുത്ത് കൊല്ലുന്ന പാർട്ടികളുണ്ട്, പിന്നെ ഭക്ഷണത്തിൽ സയനൈഡ് വരെ കലക്കി കൊടുക്കുന്നവരുണ്ട്, അപ്പോൾ നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എല്ലാം എൻ്റെ തലയിലാവില്ലേ എന്നും പറഞ്ഞങ്ങ് സഹദേവൻ നിൽക്കുകയാണ്. കാമുകനൊപ്പം പോകാനായിട്ട് സ്വന്തം കുഞ്ഞിനെ വരെ കടൽഭിത്തിയിൽ അടിച്ചു കൊല്ലുന്ന പെണ്ണുങ്ങൾ വരെ വേറെയുണ്ട് എന്ന് ശാലിനിയെ നോക്കി സഹദേവൻ പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി സെല്ലിലെ കമ്പിയിലങ്ങ് കൈ ഇറുക്കി പിടിക്കുകയാണ് വിഷ്ണു. എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിയാണ്, അപ്പോൾ ഞാനല്ലേ തൂങ്ങാൻ പോകുന്നത്. പിന്നെ എനിക്ക് നാളെ ഇഷ്ടമുള്ളപ്പോൾ ഇവനെ കോടതിയിൽ ഹാജരാക്കും, അപ്പോൾ അവിടെ വന്ന് മാഡം ഇവനെ ജാമ്യത്തിൽ എടുത്തുകൊണ്ട് സഹദേവനെ വരട്ടാൻ നോക്കുമ്പോൾ കളക്ടറമ്മ ഇതൊക്കെ ഓർക്കണമായിരുന്നു, ഇപ്പം മാഡം പോകാൻ നോക്കുമെന്ന് സഹദേവൻ പറയുകയാണ്. അന്നേരം ഞാൻ എന്നും പറഞ്ഞ് വീണ്ടും എന്തോ ശാലിനി അങ്ങ് പറയാൻ തുടങ്ങുമ്പോൾ ശാലിനി പോ എന്ന് ദേഷ്യത്തോടു കൂടി വിഷ്ണു പറയുകയാണ്. അന്നേരം വിഷ്ണുവിനെ അനുസരിച്ച് ശാലിനി അങ്ങ് ഇറങ്ങുകയാണ്. പോകാൻ നേരം ഇതുകൂടെ വെച്ചോ എന്നും പറഞ്ഞ് സഹദേവൻ ആ വിഷ്ണുവിൻ്റെ ഫോണ് തിരികെ ശാലിനിയെ ഏൽപ്പിക്കുന്നുണ്ട്. അന്നേരം ആകെ ദേഷ്യത്തോടെയും അമർഷത്തോടും കൂടി സെല്ലിലങ്ങ് കമ്പിയിലൊക്കെ കൈയൊക്കെ വെച്ച് ഇറുക്കി പിടിച്ചു നിൽക്കുകയാണ് വിഷ്ണു. ശാലിനി പോയ ശേഷം വിഷ്ണുവിൻ്റെ നിൽപ്പ് കണ്ടിട്ട് പൊള്ളുന്നുണ്ടല്ലേടാ, പൊള്ളണം, പോലീസ് എന്ന് പറഞ്ഞാൽ പവർ തന്നെയാടാ പവർ എന്ന് വിഷ്ണുവിനെ വെല്ലുവിളിച്ചിട്ട് സഹദേവനും അങ്ങ് പോവുകയാണ്. തുടർന്ന് സങ്കടത്തോടു കൂടി ശാലിനി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണു പിറകെ വന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ എങ്ങനെ പുറത്തിറങ്ങിയെന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ ശാലിനി മോൾക്ക് സങ്കടമായി എന്ന് തോന്നിയത് കൊണ്ട് ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു, പിന്നെ ഭക്ഷണം എനിക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവന്നതല്ലേ, അത് തരാതെ എവിടെ പോവുകയാണ്, എനിക്ക് തന്നേന്നും പറഞ്ഞ് ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ച് ആ പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണയിലേക്ക് വിഷ്ണു ഇരുത്തുകയാണ്. കൂടെ വിഷ്ണുവും ഇരിക്കുന്നുണ്ട്. ആകെ അന്തം വിട്ട് ശാലിനി അങ്ങ് നോക്കുകയാണ് വിഷ്ണുവിന് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ. തുടർന്ന് ഇനി എനിക്ക് ഭക്ഷണം വാരിത്താന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം സ്നേഹത്തോടു കൂടി ശാലിനിയെ നോക്കുകയാണ് വിഷ്ണു. പക്ഷേ ശാലിനി അങ്ങ് കരയുന്നുണ്ട്. തുടർന്ന് പാത്രം തുറക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കറിയാണല്ലോ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി വിഷ്ണുവിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. ഇനി തനിക്ക് ഞാൻ വാരിത്തരാമെന്നും പറഞ്ഞ് വിഷ്ണു പാത്രം പിടിക്കുകയാണ്. അന്നേരം വേണ്ട വിഷ്ണുവേട്ടാ, ഇന്ന് വിഷ്ണുവേട്ടൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണുവിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ശാലിനി. അങ്ങനെ ശാലിനി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോൺസ്റ്റബിൾ അയ്യപ്പനും പുറത്തുനിന്ന് വരുന്നത്. അന്നേരം കുട്ടി എന്തായി കാണിക്കുന്നത് എന്ന് ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ വിഷ്ണുവേട്ടന് ഭക്ഷണം കൊടുക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അയ്യപ്പൻ നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ഭക്ഷണം വെറുതെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. വിഷ്ണു അവിടെ ഇല്ല, അങ്ങ് തറയിൽ വീഴുകയാണ് എല്ലാം. അത് ശാലിനിയുടെ ഒരു ഓർമ്മ മാത്രമായിരുന്നു, വിഷ്ണു ഇറങ്ങി വന്നതും ഭക്ഷണം കൊടുക്കുന്നതുമൊക്കെ. അന്നേരമാണ് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ശാലിനി ഞെട്ടി ഉണരുന്നത്. ശാലിനി നോക്കുമ്പോൾ ചുറ്റും ആരെയും കാണുന്നില്ല.
പടിയിൽ മൊത്തം ഭക്ഷണം വാരിയിട്ടിരിക്കുകയാണ് ശാലിനി. അന്നേരം പടി മൊത്തം വൃത്തികേടായല്ലോ, ഞാനിവിടെ ആരെയും കാണുന്നില്ലല്ലോ, CI സാറ് കണ്ടാൽ ഭയങ്കര പ്രശ്നമാകും, കുഞ്ഞു പൊയ്ക്കോ, ഞങ്ങൾ വൃത്തിയാക്കി കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ നായരങ്ങ് അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് ആകെ സങ്കടത്തോടു കൂടി ശാലിനി ആ പടിയിൽ വാരിയിട്ട ഭക്ഷണമൊക്കെ തിരികെ പാത്രത്തിൽ വാരിയിട്ട ശേഷം സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ സമയത്താണ് അർജുൻ ശാലിനിയെ ഫോൺ ചെയ്യുന്നത്. അന്നേരം എവിടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റേഷനിലാണ്, വിഷ്ണുവേട്ടനെ കാണാനായിട്ട് വന്നതാണ്, അമ്മ അന്വേഷിക്കുകയാണ് വിഷ്ണുവേട്ടനെ, പക്ഷേ ഈ അവസ്ഥയിൽ സത്യാമ്മയുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് എവിടേക്കെങ്കിലും പോയെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവേട്ടനെ കൊണ്ടൊന്ന് ഫോൺ ചെയ്യിപ്പിക്കാൻ വന്നതാണ്. CI സഹദേവൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. കൂട്ടിലിട്ട ഒരു മൃഗത്തെ പോലെ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് കരയുന്നുണ്ട്. അന്നേരം അർജുൻ പറയുകയാണ്, ശാലിനി എനിക്ക് തൻ്റെ സങ്കടം മനസ്സിലാകുന്നുണ്ട്, ഇന്ന് ഞായറാഴ്ച ആയിപ്പോയി, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റായിരുന്നത്, നാളെ എന്ത് വില കൊടുത്തും ഞാൻ വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും എന്ന് അർജുൻ പറയുന്നുണ്ട്. അന്നേരം അത് അർജുനേട്ടാന്ന് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം അമ്മ എന്തെങ്കിലുമൊക്കെ പറയും, എൻ്റെ കക്ഷി വിഷ്ണുവാണ്, എന്നെ വക്കാലത്ത് ഏൽപ്പിക്കാനായിട്ട് ശാലിനിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അർജുനേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അർജുനേട്ടനല്ലേ ഉള്ളൂ, ഇപ്പോൾ എന്തോ ധൈര്യം വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, ഇനി എന്തും നേരിടാനായിട്ട് ഈ ശാലിനി തയ്യാറാണ് എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് വാക്കുകളൊക്കെ അർജുൻ പറയുന്നുണ്ട്. ശരി, നമുക്ക് നാളെ നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് അർജുൻ ഫോൺ വെക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അവിടെ ശ്യാമ വൈകുന്നേരം കോളേജ് വിട്ടിട്ട് സന്ധ്യയായിട്ടും ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അന്നേരം ആകെ ടെൻഷൻ അടിച്ച് ശ്യാമയെ കാത്ത് ശാരദാമ്മ നിൽക്കുന്നുണ്ട്. അന്നേരം രാജി സമാധാനിപ്പിക്കുന്നുണ്ട്, അവളിങ്ങ് വരും, എവിടെയെങ്കിലും പോയതായിരിക്കും എന്നൊക്കെ. അന്നേരം വിളിച്ചാൽ പോലും കിട്ടുന്നില്ല എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം രാജീവ് സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്, അപ്പോൾ അറിയാമല്ലോ, രാജീവ് സാർ അന്യനൊന്നും അല്ലല്ലോ എന്ന് ശാരദാമ്മയോട് രാജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ബൈക്കിൽ ശ്യാമ വന്നിറങ്ങുന്നത്. അന്നേരം ഒരു പയ്യൻ്റെ കൂടെ വന്നിറങ്ങുന്നത് കണ്ടിട്ട് അത് ആരാണെന്ന് ശാരദാമ്മ രാജിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്യാമമോളാണ് പുറകിൽ വന്നിറങ്ങിയത്, കൂടെയുള്ള ആളെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല എന്ന് രാജി പറയുകയാണ്. തുടർന്ന് ശ്യാമയങ്ങ് ഒരു കൂസലുമില്ലാതെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയാണ്. അന്നേരം എടി നിൽക്കടി, ആരാടി അവൻ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിനുള്ള മറുപടി, ഞാൻ ഈ വരാന്ത എന്ന് പറയണോ, അതേ അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞാൽ മതിയൊന്നും പറഞ്ഞ് ശ്യാമയങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. കുറച്ചൊക്കെ ഒരു അഹങ്കാര ഭാവത്തിലാണ് അന്നേരം ശ്യാമ. അന്നേരം നിൽക്കടി അവിടെ, പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ശാരദാമ്മ പിടിച്ചു നിർത്തുകയാണ് ശ്യാമയെ. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയാൽ മതി എന്ന് ശാരദാമ്മ തറപ്പിച്ച് പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇപ്പോൾ അറിയേണ്ടത് വന്നിട്ട് പോയത് എൻ്റെ കാമുകനാണോ അല്ലയോ എന്നാണോ എന്ന്. ആ ചോദ്യം കേട്ടൊന്ന് അന്തം വിട്ട് ശാരദാമ്മ നിൽക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.